Good morning, miss. Good Good morning, morning, ma'am. miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, Good miss. morning. Good morning, miss. Good morning, miss. Good morning, ma'am. Hey. Good morning, miss. Good morning, miss. ഫ്രിഡ്ജിന്റെ മേലെ വെച്ചിട്ട് എപ്പോഴും തുറക്കണ്ട വെച്ചിട്ട്. Good morning, miss. Good morning, miss. Good morning, ma'am. അതിലെന്തോ പറയണ്ടോ? മ്യൂട്ടാണ്, പക്ഷെ എന്തോ സംസാരിക്കുന്ന പോലെ Good morning, miss. പൗഡർ ഒക്കെ ഇടുമായിരുന്നു ഇങ്ങനെ. വെരി ഞാനാണോ? ഗുഡ്. Good morning, നമ്മളുടെ ma'am. ഒരു കോസ്മെറ്റിക് യെസ്. Good morning, ma'am. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. Good morning, ma'am. മോർണിംഗ്. Good morning, ma'am. Good morning, ma'am. മോർണിംഗ്. Good morning, Good ma'am. morning, miss. മോർണിംഗ്. Good morning, ma'am. Good morning, ma'am. മോർണിംഗ്. Good morning. ഓക്കെ, നിങ്ങൾ പ്രെയർ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? യെസ്, പ്രെയർ എല്ലാം മിസ് വരുന്നതിന് മുന്നേ പറഞ്ഞോളൂ. ഞാൻ വരാൻ വെയിറ്റ് ചെയ്യണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. ഒന്നും പറയുന്നില്ല. എന്തോ
പറഞ്ഞിട്ടില്ല, പ്രേയർ ചെയ്തിട്ടില്ല. ഇല്ല, പറയുന്നവരോട് പറയാൻ പറഞ്ഞിട്ട് ആരും ഒന്നും പറയണില്ല. മിസ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. വെറുതെ ടൈം കളയാന്നല്ലാതെ കുറച്ച് മുന്നേ പറഞ്ഞാൽ മതി. നമുക്കത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ്, ഒരാളെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും നിങ്ങളും ഒക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മുടെ ഓൺലൈൻ ആയതുകൊണ്ട് എന്നെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോ മിസ് വന്നിട്ട് കേൾക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മിസ് വരാൻ വേണ്ടി എന്റെ പ്രേയർ എല്ലാരും ഒന്ന് കേൾക്കുവാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? കേൾക്കുമ്പോ എന്താ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ പിന്നെ അതിന് വേണ്ടി കാത്തു നിൽക്കണമെന്ന് അറിയില്ല. നമ്മള് കൊറേ ആയി പറയൂ ആരാഴ്ച പറയൂ എന്നൊക്കെല്ലേ. ആരും ഒന്നും മൈൻഡ് വെക്കണില്ല. സോ ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്യാലോ. ഇനി ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ആരും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, എനിക്കറിയില്ല ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പ്രേയറിനാണോ? എന്തോ ഷീബ എന്താ ചോദിച്ചേ? പ്രേയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത്? പ്രേയർ സ്റ്റാർട്ട് ചെയ്യുന്ന വെയിറ്റ് ചെയ്യുന്നപ്പോ റിഹാന പറഞ്ഞു ആരും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടേന്ന് ചോദിച്ചു. അപ്പൊ തുടങ്ങാലോ നമുക്ക്. അത് ഷീബ പ്രേയർ പറയാനായിരുന്നോ? അല്ലല്ല, കുഴപ്പമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സാറില്ല. 2 പ്രേയർ ആയാലും നമുക്ക് അതൊരു പ്രശ്നമൊന്നുമില്ല. റിഹാന ചെയ്തിട്ട് ഷീബ ചെയ്താലും പ്രേയർ അല്ലേ? അതെ അതെ, ചെയ്തോട്ടെ. പ്രേയർ കഴിഞ്ഞിട്ട് മതിയോ സൈൻ ഇൻ? ഓക്കെ പ്ലീസ്. ഓക്കെ. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൻ ഏകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയ മാത്രം. സതതം സഹായമർപ്പിതം തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹമാ പാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗദൃഷ്ടർ തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. വെരി നൈസ്. ഇത് അറബിയിൽ ഒരു കുട്ടി പാടിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വേറെ ഏതോ ബാച്ച്. ഓക്കെ സുഫൈല പറഞ്ഞോളൂ. യെസ് പറയൂ ആരാണ്? ഷീബയ്ക്ക് പ്രേയർ ചെയ്യണമെന്നുണ്ടോ? ഇല്ല മിസ്, കഴിഞ്ഞല്ലോ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ നെക്സ്റ്റ്. ഇനി ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം പ്ലീസ്. മിസ്സേ, ഇന്നത്തെ തോട്ട് ഫോർ ദ ഡേ പറയട്ടെ? പറയൂ. Your time is limited, so don't waste it living someone else's life. Said by Steve Jobs. നിങ്ങളുടെ സമയം പരിമിതമാണ്, അതിനാൽ മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് അത് പാഴാക്കരുത് എന്നതാണ് ഇതിന്റെ അർത്ഥം. അതിപ്പോ നമ്മള് ടൈം വെറുതെ കളിയാതൊക്കെ മുന്നേ പറഞ്ഞാ മതി. ഇനി അറിയാം എന്തോ ഇപ്പൊ നമ്മള് വെറുതെ ടൈം കളിയല്ലേ. ഇതൊക്കെ മാമിന് മുന്നേ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ക്ലാസ് തുടങ്ങിയറിയാം. ശരി ശരി. ന്യൂസ് പേപ്പർ റീഡ് ഞാൻ ചെയ്യാം. യെസ് ഷഹല പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഷഹല സലാം.
കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമാണ്. നാളെ രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. ഇറാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. വിമാനയാത്രാ നിരക്ക് വർദ്ധിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ധന സർചാർജ് വർദ്ധിപ്പിച്ചതിനാൽ എയർ ഇന്ത്യ ടിക്കറ്റുകൾ നിരക്കുകൾ ഇന്നു മുതൽ ഉയരും. ഇത് ഗൾഫ് യാത്രക്കാരെ കാര്യമായി ബാധിക്കും. അമരാവതി ആന്ധ്രയുടെ ഏക തലസ്ഥാനം. ആന്ധ്രാപ്രദേശത്തിന്റെ ഏക തലസ്ഥാനമായി അമരാവതിയെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തു. വർഷങ്ങൾ നീണ്ട ഭരണപരമായ അനിശ്ചിതത്വത്തിനാണ് ഇതോടെ വിരാമമായത്. ആണവോർജ്ജ രംഗത്ത് ഇന്ത്യക്ക് നേട്ടം. കൽപ്പക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കൽ ഘട്ടം കൈവരിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. താങ്ക് യു ഓൾ. ന്യൂസ് ഇങ്ങനെ ക്യാപ്സൂൾ ആയിട്ട് കേൾക്കുന്ന ഒരു സുഖമല്ലേ? കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഓക്കെ. ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊന്നുമില്ല, ക്ലാസ്സിലേക്ക് പോവാം. ഇനി ആർക്കെങ്കിലും ഭയങ്കരമായൊരു കൊതി തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് തരണം എന്നുണ്ടെങ്കിൽ പറയാം പ്ലീസ്. ഇതുവരെയുള്ള ക്ലാസ്സുകളെ കുറിച്ച് ആരുടെയാണെങ്കിലും ഏത് ഓവറോൾ നിങ്ങളുടെ ജോയിൻ ചെയ്തിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്. കുറച്ചുപേര് റീസെന്റ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു, റെക്കോർഡ് ക്ലാസ്സസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കിത് പറഞ്ഞേ പറ്റൂ പറഞ്ഞ അതിയായ ആഗ്രഹമുള്ള ആരെങ്കിലും പറയാം, മുന്നോട്ട് വരാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം പ്ലീസ്. അതല്ല, ഇനി കുറച്ച് മാറ്റങ്ങൾ വരുത്തണം, ഇങ്ങനെ ആയാൽ നന്നായിരുന്നു എന്ന് പറയാൻ നമ്മുടെ സജഷൻസ് ആണെങ്കിലും വെൽക്കം പ്ലീസ്. ഇല്ലേ? ആർക്കില്ലേ? നിങ്ങളുടെ സ്വന്തം ക്ലാസ് അല്ലേ, ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കണമെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ആണ് ഏറ്റവും അതിന് പറ്റിയ ഒരു എന്താ പറയാ മരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. പറയൂ. വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് വളരെ കുറവായിട്ട് തോന്നുന്നു? സമയം വളരെ കുറവാണ് മാം. സമയം വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് 1 മണിക്കൂർ കൂടുതൽ ക്ലാസ് ഇത് വേണം. 2 മണിക്കൂർ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടികളൊക്കെ ചെയ്യാൻ സമയമുണ്ട്. 9 മണിക്ക് തുടങ്ങേണ്ടത് 9:15 കഴിയുന്നുണ്ട്. എല്ലാവരുടെ പ്രയറും ഗുഡ് മോർണിംഗും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 10, 15, 20 മിനിറ്റ് അതിന് തന്നെ പോകുന്നുണ്ട്. അതിനുശേഷം ബാക്കി 40 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ ക്ലാസ്. സോ അത് പോരാതെ വരുന്നുണ്ട് എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. സമയം കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ലാവിഷായിട്ട് ചെയ്യായിരുന്നു. ഇനി എന്തെങ്കിലും കൃഷ്ണേന്ദു ഇത് തന്നെയല്ലേ പറഞ്ഞേ? സമയം വളരെ കുറവാണെങ്കിൽ 1 മണിക്കൂർ ഒന്നിനും തികയുന്നില്ലെന്നല്ലേ ഉദ്ദേശിച്ചേ? യെസ് മാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിപ്പോ കയറുന്നത് കറക്റ്റ് 10:30 ആകുമ്പോഴേ. അതിന് മുന്നേ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ ആ സമയം വേണമെങ്കിൽ അത് ഞങ്ങൾക്ക് ഇതിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയറും തോട്ട്സും ഒക്കെ ആ സമയത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ തോന്നുന്നു 10:30 നിങ്ങൾ ജോയിൻ ആവുമ്പോ തന്നെ നിങ്ങൾക്ക് പ്രയർ അതെല്ലാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിലെ നമ്മൾ നേരത്തെ തന്നെ ആളെ ഫിക്സ് ആക്കി വെക്കണം, ഇതുപോലെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തുടക്കത്തിലേ ഒരുപാട് പേര് പിന്നെ വീണ്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വരില്ലേ. അപ്പോൾ ആരുണ്ട് ആ ഫസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ അതിനെ കുറിച്ചുള്ള ഐഡിയ മനസ്സിലായിട്ടുള്ളൂ. പുതിയ ആളുകളൊക്കെ വരുന്നുള്ളൂ, അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നുള്ളൂ. ഞങ്ങൾ ഓൾറെഡി ഗ്രൂപ്പ് സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാം കംപ്ലീറ്റ് ആക്കണം, നമ്മൾ 10:25 നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അത് എന്താ വെച്ചാൽ എല്ലാവരും ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഇതൊക്കെ ശരിയാവും. അതായത് നേരത്തെ തന്നെ ആൾ ഫിക്സ് ആക്കി റെഡിയാക്കി വെക്കാനുള്ള സെറ്റപ്പ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ റെഡി ആയിട്ടില്ല എന്നുള്ളൂ. ഇപ്പോൾ 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഒക്കെ ശരിയായി വന്നാൽ അതിൻ്റെ ടൈം നമുക്ക് റെഡിയാക്കാം. എന്തായാലും ഒരു 10:35 അല്ലെങ്കിൽ 40 അതിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്ക് ആക്കി വെക്കാം. ഓക്കെ,
നിങ്ങൾക്ക് സമയം കുറച്ചുകൂടെ വേണമെന്നാണ് പറഞ്ഞത്. ഓൺലൈൻ ക്ലാസ്സിൽ 1 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ കിട്ടും എന്ന് ഉറപ്പുണ്ടോ? എനിക്ക് എന്തായാലും കിട്ടൂല, കാരണം വളരെ ബിസിയുള്ള ഒരാളാണ് ഞാൻ. ഓൺലൈൻ ഒട്ടും പറ്റാത്തൊരു പണിയാണ്. അല്ലെങ്കിൽ കഴിയില്ല മാഡം. അതുപോലെ ക്വാളിറ്റി ഉള്ള ക്ലാസ് ആയിരിക്കണം, എന്നാ നമ്മൾ സമയം പോകുന്ന അറിയില്ല. അതെ. ഞാൻ ക്ലാസ് ഭയങ്കര പാടാ, 1 hour കൂടുതൽ. സംഗീത ഉച്ച കഴിഞ്ഞ് വെച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എങ്ങനെ? ഉച്ച കഴിഞ്ഞ് വെച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഉച്ച കഴിഞ്ഞ് വെക്കാനോ? ഈ രാവിലത്തെ ടൈമല്ലേ ഏറ്റവും നല്ലത്. ഉച്ച കഴിയുമ്പോഴേക്കും നമ്മളുടെ എനർജി ഒക്കെ ഡൗൺ ആയി ഉറക്കം തൂങ്ങി എല്ലാവരും ഏത് കാര്യമായാലും മാം സംസാരിക്കാമോ? പറയൂ ദിവ്യ. മാം എത്ര കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രശ്നമില്ല. പക്ഷെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികളോടൊപ്പം അവർക്ക് ക്ലാസ് ഒക്കെ അവരുടെയും കഴിഞ്ഞ് വരുമ്പോൾ ഹോംവർക്ക് ചെയ്യണം. അവരുടെ കൂടെ ഇരുന്നില്ലെങ്കിൽ ആപ്പട കുഴപ്പമാവും. 4:30 ആകുമ്പോൾ അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ പിന്നെ ഒരു 7:30 വരെ അവരെ പഠിപ്പിക്കേണ്ട ഒരു ഡ്യൂട്ടി നമുക്കുണ്ടല്ലോ. അപ്പൊ അതും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമില്ല, അവർക്ക് വെക്കേഷൻ ആയതുകൊണ്ട്. പിന്നെ വൈകിട്ടത്തേക്ക് എനിക്കും വലിയ പാടാണ്. നമുക്ക് ഇൻഡിവിജ്വലി നോക്കുമ്പോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മള് ഒരു ടൈം നമുക്കിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 10:30 to 11:30. അതിലേക്ക് നമ്മൾ അങ്ങോട്ട് മേർജ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് വേണ്ടത്. അതായത് ആ ടൈമിങ്ങിൽ വരിക എന്നുള്ളതാണ്. വരാൻ പറ്റിയില്ലെങ്കിൽ രാത്രി റെക്കോർഡ് ക്ലാസ്, അല്ലെങ്കിൽ പിറ്റേ ദിവസം റെക്കോർഡ് ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ്. ഒരു സൈഡ് നോക്കിയിട്ട് മിസ്സിന്റേതായ ബിസി, അവിടെയും ബിസി ഉണ്ടല്ലോ. വേറെ ക്ലാസ് എടുക്കാൻ പോണം, ഉച്ച കഴിഞ്ഞ് ഒരിക്കലും നടക്കില്ല. നമ്മള് രാവിലെ തന്നെ ഏറ്റവും നല്ല സമയം. നിങ്ങൾ ദിവസം 1 മണിക്കൂർ ഈ ഒരു കോഴ്സിന് ചേരുന്നവര് വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സിന് ചേർന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 1 മണിക്കൂറായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ടീച്ചേഴ്സ് 10:30 to 3:30 വരെയും ക്ലാസ്. ഞാൻ രാത്രിയും ക്ലാസ് എടുക്കുന്ന ആളാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്യാണ്. അപ്പൊ ഞങ്ങളോട് ഈ ഒരു ടൈം ആദ്യം തരും, ഒരു ബാച്ച് വരുമ്പോഴേക്കും. കാരണം ഈ ഒരു ബാച്ചിന് ഈ ഒരു ടൈം തരാനുള്ള കാരണം 11 ബാച്ചുകൾ ഇപ്പോ പാസ് ഔട്ട് ആയി. അവര് ഒരു ബാച്ച് ഇറങ്ങുമ്പോൾ ആ ടൈം സ്ലോട്ട് ഫ്രീ ആവും, വേക്കന്റ് ആവും. അപ്പോഴാണ് പുതിയ ബാച്ച് ആ ടൈം സ്ലോട്ടിലേക്ക് വരുന്നത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ നമ്മക്ക് 10 ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ 10:15 ആകുമ്പോഴത്തേക്കും നമ്മൾ കേറിയാണ്ട് മിസ് വരുന്ന മുന്നേ തന്നെ എല്ലാം നമ്മൾ ചെയ്ത് വെച്ചാല് ഇത്രക്ക് ടൈം പോകൂല. അതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് ക്ലാസ് ടൈം 10:30 to 3:30 വരെയാണ് ക്ലാസ് നടക്കുന്ന സമയം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില്. 10:30 മുമ്പ് നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റില്ല. സ്റ്റാഫ് ഒരു 5 മിനിറ്റ് മുമ്പ് ഓൺ ആക്കി വെക്കും. എല്ലാരും ജോയിൻ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ കൂടി വന്നാൽ ഒരു 5 മിനിറ്റ്സ് മുമ്പ് അവര് ഇൻ അഡ്വാൻസ് ഓൺ ആക്കി വെക്കും. 10:25 ആകുമ്പോ വരുന്നുണ്ട് മാം. 10:25 ആകുമ്പോ വരുന്നുണ്ട്. നമുക്ക് 10:30 പ്രയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ തുടങ്ങാം. 10:30 കറക്റ്റ് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് സൈനിനും തോട്ട്സും സംസാരിക്കുമ്പോ ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 10:25 നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ആവുന്നു. നിങ്ങൾക്ക് പ്രയറും ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യാം എന്നുള്ളതാണ് അല്ലെ? അതാര് വന്നാലും, ടീച്ചർ വന്നാലും ഇല്ലെങ്കിൽ 2 പേര് ക്ലാസ്സിലുള്ളെങ്കിൽ ആ 2 പേര് റെഡി ആണെങ്കിൽ പ്രയറും എല്ലാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10:25 ഫിക്സ് ചെയ്യും. അതേ ഈ പ്രയറും ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുന്നവര് നേരെ കറക്റ്റ് ടൈമിൽ വന്ന് ആര് വന്നോ ഇല്ലയോ എന്ന് നോക്കണ്ട, അവരങ്ങോട്ട് ഏറ്റെടുത്തവര് അങ്ങ് തുടങ്ങുക. ഇതില് റെക്കോർഡിങ്ങിന്റെ ഒരു ഇത് വരുന്നുണ്ടല്ലോ, ഒരു റെക്കോർഡ് ചെയ്തു എന്നുള്ള ഒരു അത് വെയിറ്റ് ചെയ്താൽ പോരെ? അതാണ്ട് റെക്കോർഡ് കൊണ്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്താൽ പോരെ? റെക്കോർഡ് ഓൺ ചെയ്തതിന് ശേഷം ചെയ്യാം. കാരണം റെക്കോർഡ് ക്ലാസ് ഫോളോ ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ലേ, അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും ഒന്ന് കയറി എനിക്ക് പ്രെയർ ചെയ്യണം. ഞാനതാണ് നോക്കി വെക്കല്ലേ, റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഞാൻ പറയലുണ്ട് പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ, തുടങ്ങിക്കോളൂ, വെയിറ്റ് ചെയ്യണ്ടെന്നുള്ള ഒരു ഇത് പറയലുണ്ട്. റെക്കോർഡിങ് ഓൺ ആക്കി കഴിഞ്ഞാല് പറയാറുണ്ട് ഇതില്. എനിക്ക് കുറച്ചു മുമ്പ് ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞ ആള് ഉദ്ദേശിച്ച കാര്യം ഇതാണോ എന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. 2 സെഷൻ വെക്കാനാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ സമയം കൂട്ടാനാണോ ഉദ്ദേശിച്ചത്? മോർണിംഗ് ഒരു സെഷൻ, ഉച്ച കഴിഞ്ഞ ഒരു സെഷൻ എന്നാണോ ഉദ്ദേശിച്ചത്? അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോറിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 11 ബാച്ച് കോൺവെക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാരും
ആഴ്ചയിൽ 5 ദിവസം 1 hour ക്ലാസ് അറ്റൻഡ് ചെയ്തവരായിരുന്നു. യെസ് 5 hour പെർ വീക്ക് ആയിരുന്നു ക്ലാസ്. അതിൽ നമ്മൾ യോഗ ചെയ്യും, പാട്ട് പാടും, ഡാൻസ് ചെയ്യും, ഫെസ്റ്റിവൽസ് വരുമ്പോൾ അതിന്റെ സെലിബ്രേഷൻസ് നടത്തും. എല്ലാം നടന്നത് ഈ 1 hourനുള്ളിലായിരുന്നു. പിന്നെ നമ്മൾ ചെറിയൊരു കൺസേൺ കൊടുക്കാറുണ്ട്. ഫെസ്റ്റിവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറെ പേര് പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടു വരുമല്ലോ. അപ്പൊ ചിലപ്പോൾ 1 hour എന്നുള്ളത് 1.5 2 hours ഒക്കെ നീളാറുണ്ട്. അതൊന്നും നമ്മൾ അത്ര കാര്യമാക്കാറില്ല. ക്ലാസ് അവേഴ്സ് നമ്മൾ ഈ 1 hour ഒതുക്കും. പിന്നെ എന്താ വെച്ചാല് ഇതിന്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ ഇപ്പൊ ഈ ന്യൂസ് പേപ്പർ റീഡിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. തോട്ട് ഓഫ് ദ ഡേ അതും ഭയങ്കര ബെറ്ററായി. പിന്നെ സൈനിക കാരണം എന്താ വെച്ചാല് നമ്മള് എന്നും വീട്ടിലിരുന്നിട്ട് കുട്ടികളെ നോക്കി വീട് പണി മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഒരു എന്താ പറയുക ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യത്തിലും, അതായത് ഒക്കെ തുറന്ന് സംസാരിക്കാനും പറ്റുന്ന ഒരു ഏരിയ മാത്രമല്ല, ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആവാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡന്റ്, പിന്നെ നമുക്ക് എന്താ പെട്ടെന്ന് സംസാരിക്കാനുള്ള ഒരു തന്റേടം വരികയാണ്. ഈ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇതിൽ മറ്റേത് എന്ത് പെട്ടെന്ന് കേട്ടാലും ഒന്നും മിണ്ടാന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഭയങ്കര മാറ്റമുണ്ട്. ഇപ്പൊ ഇനിയും എന്തായാലും ഇത് തുടർന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഓക്കെ ആവും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഗ്രൂപ്പിൽ പറയലുണ്ട്, ഇത് നമ്മൾ നിർത്തിപ്പോവരുത് വെച്ചിട്ട് പ്രയറും ഇതൊക്കെ വേഗം വേഗം റെഡി ആവണം കേട്ടോ, സെറ്റ് ആവണം കേട്ടോ, എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരാൻ താല്പര്യമുള്ളവർ ഓൾറെഡി ആരും പറയാതെ ക്ഷണിക്കാതെ വരും. പക്ഷെ മറ്റുള്ളവർ ബാക്കിലേക്ക് നിൽക്കുന്നവർ എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടെങ്കിലും അവർ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിലൊക്കെ കേട്ടിട്ടെങ്കിലും അവര് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവര് 10 ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലേ ഈ ടൈമിലുള്ള ആ ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബില്ലിംഗ് ആയി വരണട്ടോ എന്നൊക്കെ ഞാൻ ഗ്രൂപ്പിൽ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോ ആ ഒരു കാര്യം ഇത് ഈ ഒരു സംഭവം ഇത്ര ലാഗ് ആവണത് എന്താ വെച്ചാൽ പുതിയ ആളുകൾ ഒന്ന് റെഡി ആയി വരാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒന്നുമില്ല. പഴയ ആളുകളൊക്കെ നല്ല ഇതിൽ ഓക്കെ ആയിട്ടുണ്ട്. കാരണം വോയിസ് ഒക്കെ ഒരുപാട് കേട്ടതുകൊണ്ട് അവർക്ക് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് ശരിയായി വന്ന് 2 ആഴ്ചനുള്ളിൽ പെട്ടെന്ന് എന്തായാലും ഈ കാര്യം റെഡി ആവും. റെക്കോർഡിംഗ് കണ്ട് ഓൺ ആയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ 1 by 1 ആയിട്ടാണ്ട് തീർത്തു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി ആർക്കും ഫീൽ ചെയ്യും. വെയിറ്റ് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, ചെയ്യുന്നവർ തന്നെ റെഡി ആയി വന്നാൽ മതി. പക്ഷെ ഇത് തുടർന്ന് പോകണം. ഇതിലും ഇനി എന്തെങ്കിലും നിന്റെ അഭിപ്രായത്തിൽ ഈ ന്യൂസ് പേപ്പർ റീഡിങ് തുടർന്ന് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൂട്ടണം എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ടൈമിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് അത് വേണ്ടത്. പക്ഷെ ഇതെങ്കിലും നല്ല രീതിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വരണം എന്നാണ് എന്റെ ആഗ്രഹം. അതൊന്നും പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. മെഡിറ്റേഷൻ ലീഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മെഡിറ്റേഷൻ ലീഡ് ചെയ്യാം. വാം-അപ്പ് എക്സസൈസസ് ചെയ്യിക്കണം. എനിക്ക് ഇങ്ങനെ നമ്മുടെ ഞങ്ങൾക്ക് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അത് മേടിച്ചിട്ട് എന്നെ പോലെ തന്നെ ക്ലാസ് എത്തിരി. അപ്പൊ ഒന്നും കൂടി നമുക്ക് വ്യക്താക്കും. നോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എപ്പൊ വന്ന് സംശയം ചോദിച്ചാൽ ഞങ്ങൾക്ക് ആ ബോണി ചേച്ചിയെ ഞങ്ങൾക്ക് വാട്സാപ്പ് നെയിമാണ് ബോണിന്ന്. എനിക്ക് ശരിക്കും നെയിം എന്താ അറിയൂലേ. അപ്പൊ ആ ചേച്ചി ഞങ്ങൾക്ക് നല്ല മനസ്സിലാക്കി പറഞ്ഞത്. അപ്പൊ നമുക്ക് ഫീലിംഗ് ആണ്. കാരണം ടീച്ചർ മാം എടുത്ത് തന്ന ബാക്ക് തന്നെ ആ ക്ലാസ്സും കൂടി കേൾക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഇത് ഇങ്ങനെയാണ്, അപ്പൊ അത് അങ്ങനെ നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കും. അപ്പൊ നോട്ട്സിലാണെങ്കിലും ഇതിൻ്റെതാണ്, ഇതിൻ്റെതാണെന്നില്ലേ നമ്മള് വേഗം വേഗം എഴുതി വെക്കും. അപ്പം ഞങ്ങൾക്ക് നോട്ട്സ് നോക്കുകയാണെങ്കിലും ഇതിങ്ങനെയാണ് തിരിയും വേഗം മനസ്സിലാവും, തിരിയും ചെയ്യും. കാരണം ആ ചേച്ചി എത്ര നല്ല അടിപൊളി ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. മാം എടുത്ത് തന്നെ ബാക്ക് തന്നെ എല്ലാത്തിൻ്റെയും. അപ്പൊ ഇനിയിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞാൽ അപ്പം ആ ചേച്ചിന്റെ വോയിസ് വരും, നമുക്ക് ക്ലാസ് എടുത്ത് ഇങ്ങനെയാണ് കേട്ടോ, അപ്പൊ ഇത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇനി കയറാൻ പറ്റാത്തവർക്കുണ്ടെങ്കിലും അതിൽ തന്നെ കയറാനും വേഗം മനസ്സിലാക്കാൻ കഴിയും. അത് നല്ലൊരു ചേച്ചിയാട്ടോ. എല്ലാവർക്കും ഇനി എന്റെ മാത്രം അഭിപ്രായം എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര എന്താണ് ഹെൽപ്ഫുൾ ആണ്. കാരണം ഞാൻ എപ്പോ ക്ലാസ് കയറാണെങ്കിലും അത് കേട്ടതിൽ വളരെ സന്തോഷം. ചാറ്റ് ബോക്സുകൾ നിറയുന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ അത് അറിഞ്ഞില്ല? ക്ലാസ് എന്ന് പറയുന്നത് PDF മാത്രം ഫോക്കസ് ചെയ്യുന്ന ക്ലാസ് പറയണത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. തുടങ്ങിയത് തന്നെ നിങ്ങളുടെ ധാരണ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുന്നതാണ് ക്ലാസ്. ക്ലാസ് എപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് 10:25 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതായത് ആതിര ജോയിൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ് അല്ലേ ആര്യ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിംഗ് ആണ്.
ഈ PDF-ലുള്ളത് നമ്മൾ മാത്രമല്ല ക്ലാസ് ഇട്ടോ, അതൊന്ന് മനസ്സിലാക്കൂ. നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തും കൂടെ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. പേഴ്സണൽ ഗ്രോത്ത് ആണ് ഇവിടെ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകാൻ പറ്റുള്ളൂ. പാഠപുസ്തകങ്ങൾ ഉള്ളത് മാത്രം പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങുന്നത് മാത്രമല്ല ഒരു കോഴ്സ് എന്ന് പറയുന്നത്. യെസ് മാം, താങ്ക് യു. മറ്റുള്ള സ്റ്റുഡൻസ് എന്ത് പറയുന്ന അറിയില്ല. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് ഈ ഡെയിലി ഈ റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞതാണ്. അതിപ്പോ മെയിൻ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നാളെ ആരാ, ഇന്ന് ആരാ ചെയ്യുന്നേ, പ്രയർ ആരാ, സൈൻ ഇൻ ആരാ എന്നൊരാൾ വന്ന് ചോദിച്ചാലേ ആരെങ്കിലും ഒക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അത് 1 or 2 പേര്. ഈ ഗ്രൂപ്പ് നമ്മൾ തിരിച്ചിട്ടുള്ളത് ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ തലേദിവസം തന്നെ ഫിക്സ് ചെയ്ത് ആ ഒരു ചാർട്ട് ഗ്രൂപ്പിൽ ഇടാനാണ്, എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ആരും ചെയ്യുന്നില്ല. ഞങ്ങൾ ഡ്രീം ഗ്രൂപ്പ് ലാസ്റ്റ് വീക്ക് കറക്റ്റ് ആയിട്ട് ആ വീക്ക് മൊത്തം ഞങ്ങൾ നല്ല കോർഡിനേഷൻ, ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നത്. കാരണം വേറൊരു ഗ്രൂപ്പ് അങ്ങനെ ചെയ്തതായിട്ട് കണ്ടില്ല. അപ്പൊ അത് ഒന്ന് മെയിൻ ഗ്രൂപ്പിൽ ആകെ നടക്കുന്നത് അല്ല, നമ്മളത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അവിടെ എന്തെങ്കിലും നോട്ട് ഉണ്ടോ, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ, ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ എവിടെയാണ് ഇത്, പൈസ എവിടെ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് മെയിൻ ഗ്രൂപ്പിൽ. കാര്യങ്ങള് അവിടെയും കൂടി ഒന്ന് ഡിസ്കഷനിൽ വന്നിരുന്നെങ്കിൽ നമുക്കൊരു കോർഡിനേഷൻ ഉണ്ടായേനെ. ഇത് രാവിലെ വന്നിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പലർക്കും. ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കൺസേൺസ് എല്ലാം മനസ്സിലായി. ഇത് നമ്മള് ശരിക്കും ഒരു ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. പ്ലീസ് സ്റ്റാർട്ട്. പ്ലീസ് സ്റ്റാർട്ട്. എന്താ സ്റ്റാർട്ട് ചെയ്യണ്ടേ? PDF ഷെയർ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ പറയാനാണോ? ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. വിത്ത് യുവർ പെർമിഷൻ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞവരുടെ പെർമിഷനോട് കൂടി ഒരു കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞോട്ടെ. വേറൊന്നുമല്ല, നിങ്ങൾ ഒരാഴ്ച 2 പേര് മുന്നോട്ട് വരിക. ആ ഒരു വീക്കിലെ കോർഡിനേറ്റേഴ്സ് ആയിരിക്കണം. ഇത് റൊട്ടേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ അടുത്ത 2 പേര് കോർഡിനേറ്റേഴ്സ് ആയിട്ട് മുന്നോട്ട് വന്നാൽ അത്രയും നല്ലത്. ഈ കോർഡിനേറ്റേഴ്സ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പ്ലാനിങ് വേണം. അതായത് പ്രയർ, തോട്ട് ഫോർ ദ ഡേ, സൈൻ ഇൻ, അതായത് വെൽക്കം ചെയ്യുന്നത്, സൈൻ ഔട്ട്, താങ്ക് യു പറഞ്ഞു പോകുന്നത്, പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്. ഇപ്പൊ 5 കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് ഇത് ചെയ്യാനുള്ള ഈ 5 കാര്യങ്ങളില്ലേ, സൈനിങ്, സൈൻ ഔട്ട്, പ്രയർ, തോട്ട് ഓഫ് ദ ഡേ, ന്യൂസ് റീഡിങ്. ഈ 5 പേര് സ്വമേധയാ വരുവാണെങ്കിൽ അവരുടെ പണി കുറഞ്ഞു. ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു വരിക. എവറി ഡേ പുതിയ പുതിയ ആൾക്കാർ കേട്ടോ. കോർഡിനേറ്റേഴ്സ് ഒരു വീക്കിലേക്ക് സെയിം 2 പേരായിരിക്കും. ഇനി ഈ 5 പേരെ സപ്പോർട്ട് ചെയ്യാൻ വേറെ 5 പേര് വരണം. ബഡി സിസ്റ്റം. നിങ്ങൾ ബഡീസ് ആയിരിക്കും. ഇപ്പൊ ഷഹലയും ദിവ്യ ബഡീസ് ആണെന്ന് വിചാരിച്ചു. ഷഹലയാണ് പ്രയർ ചെയ്യേണ്ടത്. അപ്പൊ ദിവ്യയുടെ സപ്പോർട്ട് അവിടെ ഷഹലയ്ക്ക് വേണം പ്രയറിന്റെ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തുക. കാരണം അപ്പൊ കോർഡിനേറ്റേഴ്സിന് വലിയ ജോലിയില്ല. കാരണം ഷഹലയുടെ ബഡിയാണ് ദിവ്യ. അല്ലെങ്കിൽ ദിവ്യയാണ് പ്രയർ ചെയ്യുന്നതെങ്കിൽ ഷഹല ദിവ്യനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പ്രയറിന് വേണ്ടിയിട്ട്. വരുമെന്ന് കൺഫേം ചെയ്യണം. ഇല്ലെങ്കിൽ ആ ജോലി എന്നുള്ളെങ്കിൽ ഷഹല ഏറ്റെടുക്കണം. അങ്ങനെ നിങ്ങളൊരു ബഡീസിനെ കണ്ടുപിടിക്കുവാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകും. മനസ്സിലായോ? ഈ ബഡീസ് എവറി വീക്ക് മാറുവാണെങ്കിൽ നല്ലതായിരിക്കും. ബഡീസ് അല്ലെങ്കിൽ ബഡീസ് ഒരേപോലെ പോവുകയാണെങ്കിൽ ആ 2 പേര് തമ്മിലുള്ള കണക്ഷൻ അല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന അസൈൻമെന്റ്, റെക്കോർഡ് വർക്കുകള്, ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബഡീസ് തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്താൽ തന്നെ ഹോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും അതെത്തും. കേറാത്തവരുണ്ടാവും, അവരെ എങ്ങനെ അത് പെയർ ചെയ്യാം. നിങ്ങൾ ബഡീസിനെ പെയർ ചെയ്യാം. അപ്പൊ ക്ലാസ് കഴിയുമ്പോഴേക്കും ഷഹലയ്ക്ക് ബാക്കി എല്ലാ ആൾക്കാരുമായിട്ട് ബഡി ഉണ്ടാവണം. ആ രീതിയിൽ ബഡീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഒരു 1 വീക്ക് ഒരാൾ ബഡിയാകുക, അപ്പൊ പരിചയമാവും. അതിന് അടുത്ത ആഴ്ചയാകുമ്പോൾ അടുത്ത ആളെ ബഡിയാക്കുക. അങ്ങനെ പരിചയമാവും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാനതൊരു സജഷൻ പറഞ്ഞേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. അപ്പൊ ഈ രാവിലെ വന്നിട്ട് പ്രയർ ആരാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ദിവ്യക്ക് അന്ന് ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ദിവ്യ ബഡിയെ അറിയിക്കുക, എനിക്കിന്ന് വരാൻ പറ്റില്ല കേട്ടോ, എനിക്കൊരു പേഴ്സണൽ കാര്യം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അപ്പൊ ദിവ്യയുടെ ബഡി അപ്പം പ്രയറിനുള്ള ആളെ റെഡിയാക്കും, അല്ലെങ്കിൽ സ്വയം ആളെ ഇതാക്കുകയും ചെയ്യും. ഷഹാന എന്നെ മിക്കവാറും ഓടിക്കും. ഷഹാന എന്നല്ല, ചാറ്റ് ബോക്സിൽ കുറെ പേര് ടൈം കഴിയാറായി, ടൈം പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനി അവസാനം എന്താ പറയാ, ഫീഡ്ബാക്കിൽ ഓഫീസിലേക്ക് പോകും. ജിഷ മിസ് വന്ന് ക്ലാസ് എടുക്കുന്നില്ല, കഥ പറയുക. 20 ബാച്ചിലെ കുട്ടികളാന്ന് പറയണോ മാം, അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
അപ്പൊ 5th ബാച്ചിലെ ഒരു കുട്ടിയുടെ അനിയത്തി 20 ബാച്ചിലുണ്ടായിരുന്നു. 5th ബാച്ചിലെ കുട്ടി ആ അനിയത്തി കൊച്ചിനോട് പറഞ്ഞു, മാം കഥ പറഞ്ഞാലും എക്സാമിന് നിങ്ങൾ എഴുതുമ്പോ മാമിന്റെ ക്ലാസ് നിങ്ങൾക്ക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഓർമ്മ വരും, നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. അല്ലാതെ ഞാൻ ഈ PDF എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമല്ല, ഞാൻ എടുക്കില്ല. നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുകയില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരിക്കലും ഞാൻ ക്ലാസ് PDF ഓൺലി റെഫറൻസ്, അത്രേ ഉള്ളൂ. എനിക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനുള്ള റെഫറൻസ്. ഐ വിൽ തിങ്ക് ഓൾവേസ് ഔട്ട് ഓഫ് ദ ബോക്സ്. എനിക്ക് ആ ഇതിന്റെ ഉള്ളില് നാരോ ആയിട്ടുള്ള കാര്യത്തിന്റെ ഉള്ളിൽ കയറി ഇരിക്കുന്ന ഇഷ്ടമല്ല, വൈഡ് ആയിട്ട് മാറണം. എഡ്യൂക്കേഷൻ ഈസ് വൈഡ്. എഡ്യൂക്കേഷൻ പറയുന്നത് വൈഡ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോട്ട്സ്. ഓക്കെ, എനിവേ ഞാൻ ഇത് ഷെയർ ചെയ്യാം. ഈ ആഴ്ച 2 ദിവസം എന്നെ കണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ക്ലാസ് തന്നെ എടുത്ത് പോവാന്നല്ലേ. നമ്മൾ എവിടം വരെയായി അതൊന്ന് പറഞ്ഞു തരാമോ? എനിക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവാറില്ല. ഏത് ക്ലാസ്സിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ. പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ ഷെയർ ചെയ്യണം. ഏരിയാസ് ഓഫ് ഇന്റലിജൻസ് ലാസ്റ്റ് നിർത്തിയത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോ ഈ റീസെന്റ് ഈ പറഞ്ഞ വെൽനസ്സുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങൾ പ്ലീസ് ഷെയർ ചെയ്യാം. സങ്കടം വരുന്നത് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് സങ്കടം കുറയെങ്കിൽ അതും ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും. ഇന്ന് നല്ല ടൈറ്റ് ഷെഡ്യൂളാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്ന് മോർണിംഗ് സെഷൻ ഒന്ന് ഫ്രീ ആവാന്ന് വിചാരിച്ചു. അപ്പോ 22 നിങ്ങളുടെ ബാച്ച് ഞാൻ വേറെ ആരെങ്കിലും എടുക്കുന്നതാണ് വിചാരിച്ചത്, പക്ഷെ ഞാൻ തന്നെ വരണ്ടാവും. നിങ്ങളെ നിരാശരാക്കരുതല്ലോ. സോ നമ്മൾ പറഞ്ഞ വെൽനസ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരായിട്ട് ബ്രീഫ് ചെയ്താൽ മതി. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ റിലേറ്റ്. And thank you so much. Thank you for the compliment and thank you for waiting for the class. ഇറങ്ങി പോവാതെ വെയിറ്റ് ചെയ്തതിന്. ഓക്കെ, യെസ് പ്ലീസ് പറയൂ. നമ്മൾ കഴിഞ്ഞ വെൽനസ് പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഒരു മാം, ഫിസിക്കൽ വെൽനസ്, ഇമോഷണൽ വെൽനസ്, സോഷ്യൽ വെൽനസ്, ഇന്റലക്ച്വൽ വെൽനസ്, ഈ വെൽനസിനെ കുറിച്ചാണ് 4 വെൽനസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫിസിക്കൽ വെൽനസ് ആകുമ്പോൾ നമ്മുടെ വ്യായാമം കാര്യങ്ങളും ശരീരത്തിനുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കൂടുതലും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇമോഷണൽ വെൽനസ് ആകുമ്പോൾ നമ്മൾ വികാരങ്ങളെയാണ് നിയന്ത്രിക്കാൻ പറ്റണം. ഒരുപാട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും പലതരം പ്രോബ്ലം നമ്മൾ മുന്നിൽ വരുന്ന സമയത്തും പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി എല്ലാത്തിനെയും മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു. അതേപോലെ ഈ ഇന്റലക്ച്വൽ വെൽനെസ്സിൽ നമ്മൾ പ്രോബ്ലം സോൾവിങ്, എന്താ പറയുക, കുടുംബത്തിലൊക്കെ ഒരുപാട് പ്രോബ്ലം സോൾവിങ് ഉള്ള ഒരാളായി മാറുന്നതാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, സോഷ്യൽ വെൽനെസ്സും അതുപോലെ നമ്മൾ ആ WHO ഇത് വന്നിരുന്നു. നമ്മൾ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ എന്ന ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. WHO അംഗീകരിച്ച അവർ ഫിസിക്കലി, മെന്റലി, സോഷ്യലി ഒക്കെ ആകുമ്പോഴാണ് ശരിക്കും ഒരു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അത്രയിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലെക്ചർ നോട്ടാണ്, ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആ ലെക്ചർ നോട്ടിലാണ് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. പോയിന്റ് കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. യെസ് പ്ലീസ് പ്ലീസ്. വെൽനസിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒക്യുപേഷണൽ വെൽനസും സ്പിരിച്വൽ വെൽനസും കൂടി പറഞ്ഞിരുന്നു. ഒക്യുപേഷണലും പറഞ്ഞിരുന്നു മാം. ഒക്യുപേഷണൽ വെൽനസും പറഞ്ഞിരുന്നു. അതാണ് ലക്ഷ്മി ഇപ്പൊ പറഞ്ഞത്. ഒക്യുപേഷണൽ വെൽനസും സ്പിരിച്വൽ വെൽനസും പറഞ്ഞിരുന്നു. ചാറ്റ് ബോക്സിലും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സഷ്മ പറഞ്ഞു സ്പിരിച്വൽ വെൽനസ്, ഒക്യുപേഷണൽ വെൽനസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഓഡിയോ ഓൺ ചെയ്ത് പറയാൻ പറ്റാത്തവര് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്തു കേട്ടോ. നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ് ചാറ്റ് ബോക്സ്. ഞാൻ ചാറ്റ് മെസ്സേജ് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എത്ര മെസ്സേജ് വന്നാലും. പിന്നെ നമ്മുടെ റിയാക്ഷൻ അതിങ്ങനെ പൊട്ടിച്ചിങ്ങനെ പറത്തിയൊക്കെ വിടുക കേട്ടോ. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇമോഷൻസും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ആ റിയാക്ഷൻ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ വെൽനസ് പറഞ്ഞപ്പോൾ എന്റെ പേര് എങ്ങനെ കറക്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ഒരാള് കറക്റ്റ് ആയിട്ട് പറയുന്നത്?
സാധാരണ എനിക്ക് പേര് കിട്ടാറില്ല, പലരുടെയും പ്രൊനൗൺസിയേഷൻ, പേരിന്റെ പ്രൊനൗൺസിയേഷനിൽ ഞാൻ ഭയങ്കര ബാഡാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്, ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഓക്കെ ഫൈൻ. സോ ഈ വെൽനെസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്നലെ തുടങ്ങി ഞാൻ നന്നായ ഒരു കാര്യം വെൽനെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നു. നമ്മുടെ ഗോൾഡൻ അവേഴ്സ്. എന്താ ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിലയേറിയ സമയം. വിലയേറിയ സമയം അത് എപ്പോഴാണ്? ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പും രാവിലെ എണീറ്റതിന് ശേഷം 1 മണിക്കൂർ. അത് നമ്മളുടെ ഗോൾഡൻ അവേഴ്സ് ആണ്. ആ സമയത്ത് ഇന്ന് തുടങ്ങി നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം. നമ്മള് ഡിജിറ്റൽ അത് കട്ട് ചെയ്യും. അതായത് നമ്മൾ ഫോണോ വേറെ ലാപ്ടോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ആ 1 മണിക്കൂർ യൂസ് ചെയ്യില്ല. പകരം നമ്മൾക്ക് ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ 1 മണിക്കൂർ നമുക്ക് മനസ്സ് ശാന്തമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. മൊബൈല് മാറ്റി വെച്ചിട്ട് മനസ്സ് ശാന്തമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. ഇനി രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു 1 അവറോ അപ്പോഴും നമുക്ക് റിഫ്രഷ് ചെയ്യാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ, അതായത് വാമപ്പ് എക്സസൈസ് ചെയ്യുന്നവർക്ക് വാമപ്പ് എക്സസൈസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. ട്രാൻസ്, TRANCE. അതിലെ ടി എന്ന് പറയുന്നത് നമ്മൾ താങ്ക് യു പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡ്. അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങണതിന് മുമ്പ് ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട്, ഏതാണെന്ന് വെച്ചാൽ സബ് ടു യു, നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 3 കാര്യം നന്ദി, നമുക്ക് വ്യക്തികളോടാണെങ്കിൽ അങ്ങനെ നന്ദി പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പർപ്പസ്ഫുൾ ആക്ടിവിറ്റി 6ആണത്. റിസോൾവ്, പർപ്പസ്. ആ പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയെ കുറിച്ച് നമുക്ക് അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കാം. പിന്നെ ഒരു 5 to 10, നെക്സ്റ്റ് A ആണ് ട്രാൻസ്ലേറ്റ്, TRA, അതായത് അബ്സോർബ് സൈലൻസ്. നമുക്കൊരു 5 to 10 മിനിറ്റ് സൈലന്റ് ആയിട്ട് നിന്ന് പ്രെയർ ചെയ്യുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ നാവിഗേറ്റ്, അതെന്ന് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യുവാണ് നമ്മുടെ ബെസ്റ്റിന്, നമ്മുടെ സ്വന്തം നമ്മളുടെ ആ ഒരു ബെസ്റ്റ് നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞു ഇതിന് വന്നപ്പോഴേക്കും ഞാൻ ഇതുവരെ സംസാരിക്കാതിരുന്ന എനിക്ക് ആ പബ്ലിക് സ്പീക്കിംഗ് ആ ഒരു ഇത് വന്നു എന്നുള്ളത്. നമ്മളുടെ ബെസ്റ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ചാർജ്. നമ്മൾ ചാർജ് ആവണം, ബൂസ്റ്റ് ആവണം, എക്സസൈസ്. അപ്പൊ ദാറ്റ് മീൻസ് അത് രാവിലെ ചെയ്യുന്നതന്നെയായിരിക്കും നല്ലത്. പിന്നെ എക്സ്പാൻഡ് അവയർനെസ്. അതിലൊരു കാര്യമാണ് ന്യൂസ് റീഡിങ്. പത്രം ഇരുന്നൊന്ന് വായിക്കാം. എത്ര പൊട്ട പത്രമാണെങ്കിലും ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എവിടെയെങ്കിലും കാണും അല്ലെ? വീട്ടിൽ വരുത്തുന്ന പത്രം എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നു, നമ്മള് അറ്റ്ലീസ്റ്റ് ഒരു 3 കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ 10:30 തുടങ്ങി 11:30 വരെയും ക്ലാസ്സിൽ ഇരിക്കുവാണല്ലേ, 10:25 10 മണി തുടങ്ങി റെഡിയായി വന്നിട്ടുള്ളവരായിരിക്കും. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ടൈമാണ്. പ്രത്യേകിച്ചും വെക്കേഷനാണ്, കുട്ടികൾ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സോ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറോ നമ്മുടെ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും. അവരുടെ സമയം നമ്മൾ അവർക്ക് സമയം കൊടുക്കാതെ നമ്മൾ വന്നിരുന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുവാണ്. അപ്പൊ ക്ലാസ് കഴിയുമ്പോൾ അവരുടെ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് വെച്ചോന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ടൊരു നമുക്ക് താങ്ക് യു പറയാം. കാരണം നമുക്ക് വേണ്ടി അവരും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. നമ്മുടെ ക്ലാസ് കഴിയണ വരെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. അത് കൊച്ചു കുട്ടികളോടാണെങ്കിലും ശരി, പ്രായമായവരോടാണെങ്കിലും ശരി. പിന്നെ നമ്മളുടെ പർപ്പസ്, അതിന് ഏറ്റവും നല്ലത് എന്നും കിടക്കുന്നതിന് മുമ്പ് ഒരു ടു ഡു ലിസ്റ്റ് എഴുതുന്നത് നന്നായിരിക്കും. നാളെ ഞാൻ എന്തൊക്കെ ചെയ്യണം. ഇനി നമ്മളൊരു 10 കാര്യം എഴുതി വെച്ചു, നമുക്ക് 7 എണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ, 3 എണ്ണം പെൻഡിങ് ആയി. അപ്പൊ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, ഈ 3 എണ്ണം നെക്സ്റ്റ് ഡേ ഞാൻ ചെയ്തിട്ടാണ് അടുത്ത ദിവസത്തെ ടു ഡു ലിസ്റ്റിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ. ആ രീതിയിൽ പറയാം. ഓക്കെ, അത് നമ്മുടെ ഇന്റൻഷൻ ടു ഡു, എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത്. പിന്നെ 5 to 10 മിനിറ്റ്സ് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്നത്, നമ്മൾ മനസ്സ് ശാന്തമാക്കുക. പിന്നെ വിഷ്വലൈസ് ചെയ്യുക നമ്മളുടെ ബെസ്റ്റ്. പിന്നെ നമ്മൾ ചാർജ് ആവാനായിട്ട് നമ്മളുടെ ആരോഗ്യത്തിനും ഏജിനും പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. കാശ് കൊടുത്തൊന്നും എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ചെയ്യാനുള്ള മാർഗങ്ങൾ അറിയാം. പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്, നമ്മളുടെ അവയർനെസ് എക്സ്പാൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ ഒന്ന് ക്ലാസ്സിൽ ഷെയർ ചെയ്യണം കേട്ടോ.
മാം ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞാൻ എന്റെ മോനെ ഇത് ദിവസവും ചെയ്യിപ്പിക്കും. എന്നുവെച്ചാ ഉറങ്ങുന്നതിന് മുന്നേ 2 മണിക്കൂർ മുന്നേ ടിവിയോ ഫോണോ ഒന്നും യൂസ് ചെയ്യാൻ സമ്മതിക്കാറില്ല. വെരി ഗുഡ് സുമി, വെരി ഗുഡ്. ഓക്കെ 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 ഫൈൻ. വെൽനെസ് പറഞ്ഞപ്പോ ഇത് ശരിക്കും വെൽനെസ്സുമായിട്ട് കണക്റ്റഡ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് തന്ന ആ ഒരു നോട്ടില് ഈ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം സുമി അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് സുമി ഷെയർ ചെയ്തപ്പോ നമുക്ക് തോന്നിയാ നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റുന്നുള്ളത്. അത് നമ്മളുടെ ഫാമിലിയിലെ ക്ലൈമറ്റ് തന്നെ മാറ്റും. എല്ലാരും കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർ ചെറുപ്പം മുതലേ ശീലിക്കുന്ന ചൊട്ടയിലെ ശീലമാണ് ചുടല വരെയും. സോ അവർക്ക് ഗുഡ് ഹാബിറ്റ്സ് ആണ് ചെറുപ്പം മുതലെങ്കിൽ അവർ അഡൾട്ട് ആവുമ്പോഴും അവർ ഈ ഹാബിറ്റ്സ് ഫോളോ ചെയ്യും. നമുക്കിപ്പോ അറിയാം ഈ ഇറാനിലൊക്കെ നടക്കുന്ന യുദ്ധത്തിന്റെ കാര്യം. എന്തിനാ യുദ്ധം എന്ന് ആലോചിച്ചിട്ട് പോലും എനിക്ക് പിടികിട്ടിയില്ല എന്തിനാ ഇങ്ങനെ യുദ്ധം ചെയ്യണേ എന്നുള്ളത്. പിന്നെ നമ്മളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ അയൽവക്കത്തെ ഒരാൾ വന്ന് ഇടപെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടും. അമേരിക്ക ആ പണിയല്ലേ ചെയ്തത്. ഒരു കാര്യമില്ലാണ്ട് വേറൊരാളുടെ വീട്ടിൽ കയറി അഭിപ്രായം പറയാൻ വന്നേക്കുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ നടക്കുന്നു അല്ലെ. ശരിക്കും ഡോക്ടർ മോണ്ടിസോറി 2 ലോകമഹായുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ കണ്ട് വിഷമിച്ചിട്ടാണ് ഈ മെത്തേഡ് കണ്ടുപിടിച്ചത്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാരിലേക്കും ഇതുപോലുള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ ചെറിയൊരു വഴക്ക് പോലും നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ കുറെ സൊസൈറ്റിയിൽ വഴക്കുകൾ അല്ലാതാകുമ്പോഴേക്കും ആ നാടിന്റെ നന്മ തന്നെ കൂടും. ഓക്കെ, ഇപ്പൊ വെൽനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം. ഓക്കെ ഫൈൻ. ഇപ്പൊ നമ്മൾ ഇത്രയും വെൽനെസ് ഒക്കെ പറഞ്ഞു. സോഷ്യൽ വെൽനെസ്, നമ്മൾ സോഷ്യലൈസ് ചെയ്യണം. സോഷ്യൽ ആക്സെപ്റ്റൻസ്, മറ്റുള്ളവർ എങ്ങനെയാണോ അത് ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട്. ഇന്റലക്ച്വൽ വെൽനെസ്, നമ്മളുടെ ബുദ്ധിയുടെ ഒരു നിലവാരം അല്ലെ. നമുക്ക് എങ്ങനെയാണോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സ്കിൽ അറിയാമെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക കൂടെ വേണം. അതും ഇന്റലക്ച്വൽ വെൽനെസ്സിൽ വരും. നെക്സ്റ്റ് സ്പിരിച്വൽ വെൽനെസ്, ആ ഒരു സ്പിരിച്വാലിറ്റി, ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നവര് അല്ലെങ്കിൽ ഗോഡ് എന്നുള്ള രീതിയിൽ അവനവന്റെ റിലീജിയസ് ബിലീഫിൽ വിശ്വസിക്കുന്നവര്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ പറയും ദൈവ ഭയം എന്ന് പറയും. അതൊരു ഭയം എന്നുള്ളത് നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണെങ്കിൽ പോലും ദൈവ ഭയം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ഫീൽ തന്നെയാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ ചെയ്യുന്നത് ശരിയാണോ, പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ പറയുന്നത് ശരിയാണോ. ഇത് നമ്മളുടെ ഉള്ളില് ആ ഒരു ഡിവൈൻ ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. തെറ്റ് കാണുമ്പോൾ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു, ശരിയല്ലെന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ദൈവം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ ഒരു ഡിവൈൻ ഈ ഫീൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നീതികേടൊക്കെ കാണുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഒക്യുപേഷണൽ വെൽനെസ് നമ്മൾ പറഞ്ഞു. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പാഷൻ നമുക്ക് പ്രൊഫഷൻ ആവുകയാണെങ്കിൽ വളരെ ഹാപ്പി, എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് നമ്മൾ ആ ജോലി ചെയ്യും. അതാണ്, അല്ലാതെ വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടമാവണമെന്നില്ല അല്ലെ. കാശ് കിട്ടായിരിക്കും, പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ട ജോലി ആവണമെന്നില്ല. അതാണ് ജോബും കരിയറും തമ്മിലുള്ള വ്യത്യാസം. ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗം. ജോബ് കരിയർ ആവുന്നത് എപ്പോഴാണ്? അത് പാഷൻ ആവുമ്പോഴാണ് അത് കരിയർ ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൾച്ചറൽ വെൽനെസ് അല്ലെ നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ ഇന്ത്യയുടെ കാര്യം ഒന്ന് എടുക്കും. ഇന്ത്യയുടെ കാര്യം വേണ്ട, കേരളം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 14 ജില്ലയുണ്ട്. ഈ 14 ജില്ലയിൽ തന്നെ പല പല റീജിയൻസ് ഉണ്ട് അല്ലെ, പല പല നാടുകളുണ്ട്. ഇവിടെ എല്ലായിടത്തും ഒരേ കൾച്ചറാണ്. കൾച്ചർ ഡിഫറൻസ് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആരായിരിക്കും? സ്ത്രീകൾ. കല്യാണം കഴിഞ്ഞ് അതുവരെയും താമസിച്ചിരുന്ന ആ ഒരു നാടും വീടും വിട്ടിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോവുകയാണല്ലേ. ശരിക്കും അവിടെ ഒരു കൾച്ചർ ഡിഫറൻസ് വരും. ഈ കൾച്ചർ, യെസ്, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെ. നമ്മള് ഫോളോ ചെയ്ത പോലുള്ള പെരുന്നാളോ ഉത്സവങ്ങളോ ആയിരിക്കില്ല ചിലപ്പോ അവിടെ. നമ്മളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ആയിരിക്കില്ല ചിലപ്പോ അവിടെ. അങ്ങനെ പിന്നെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. യെസ്, ഫുഡ്. ഒരു ബാച്ചിലർ ഇത് കൾച്ചറൽ വെൽനെസ് എടുക്കാൻ തുടങ്ങിയപ്പോ ഒരു ബാച്ച് എടുക്കാൻ തുടങ്ങിയല്ല, അതിന് മുമ്പ് ഒരു ദിവസം ക്ലാസ്സിൽ വന്നൊരു കുട്ടി അങ്ങ് പറയുവാ കറികളിൽ തുടങ്ങണം ഡിഫറൻസ്. ഓക്കെ, ആളിങ്ങനെ പറയുകയാണ്, മിസ് ഞാൻ വളരെ വീക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, പനി വല്ലതും പിടിച്ചോന്ന് ചോദിച്ചു. പറഞ്ഞില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല.
പക്ഷെ അതെന്താ പറ്റിയേ, ഫുഡിനോട് വല്ല മടുപ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെയല്ല എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ നിറയെ എണ്ണ ഉപയോഗിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒട്ടും അത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു കുക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാ അങ്ങ് രാവിലെ അങ്ങ് അടുക്കളയിൽ കയറുക, സ്വന്തം സ്റ്റൈലിലങ്ങ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെക്കുക, അവരും ടേസ്റ്റ് ചെയ്യട്ടെ, നമ്മുടെ ഒരു ഫുഡ് കൾച്ചറും കൂടി ടേസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അവിടുത്തെ ഫുഡ് എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിലും നല്ലത് നമുക്ക് ഒരു കറി വെച്ചാൽ മതി. ഒരു ചോറ് കഴിക്കാനായിട്ട് ഒരു കറി മതിയെങ്കിൽ ഒരു കറി വെക്കുക. നമ്മൾ ഉണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ നമുക്ക് വെക്കാലോ. നമുക്കങ്ങനെ കൾച്ചർ ഡിഫറൻസ് എന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇനി കൊച്ചു കുട്ടികളാകുമ്പോൾ അവര് ചിലപ്പോ കൂടുതൽ പഠിക്കാനായിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ ജോലി കിട്ടി വേറെ സ്ഥലത്തേക്ക് പോകും. എന്റെ വീട് ഇടുക്കിയാണ്, ഹസ്ബൻഡിന്റെ വീട് കണ്ണൂർ. വെരി ഗുഡ്. എന്നിട്ട് എങ്ങനെയുണ്ട് ഭക്ഷണത്തിന്റെ ഡിഫറൻസ്? ഫുഡ് കൾച്ചർ ഡിഫറൻസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര എരിവാണോ? എവിടെയാണ് എരിവ്? എരിവില്ല, നമ്മൾ എരിവ് കൂട്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ മധുരമുള്ള കറികള്. പിന്നെ നമ്മളിവിടെ ഇടുക്കിയിലൊക്കെ എന്ന് പറയുമ്പോൾ അരി അരച്ച് വെച്ച് പുളിച്ച് കഴിഞ്ഞിട്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ അവര് തലേദിവസം അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ച് രാവിലെ തന്നെ ദോശ ഉണ്ടാക്കും. അതെ മാം, ഞാൻ കണ്ണൂരാണ്. സെയിം ആണ്, ഒക്കെ തേങ്ങ അരച്ചിട്ടേ വെക്കത്തുള്ളൂ. അതെ 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 അപ്പോഴല്ലേ നമ്മുടെ കഴിവ് അവിടെ നമ്മള് പ്രകടിപ്പിച്ച്. അതെ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊക്കെ എരിവ് കൂട്ടി അവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കത്തുള്ളൂ. എരിവ് കുറക്കുന്നതല്ലേ നല്ലത്. നമ്മൾ ഇടുക്കിയില് കപ്പയും ചേമ്പെല്ലാം തിന്ന് കാന്താരി കുട്ടി ശീലിച്ചവര് വേറെ നാട്ടിൽ പോയിട്ട് മധുരം കഴിച്ചാൽ ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ഇഷ്ടമെങ്കിൽ തനിക്ക് വേണ്ടത് തനിക്കായിട്ട് ആക്കാലോ, പറഞ്ഞിട്ട് ചെയ്യാലോ. ഇല്ല, അവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആ, അല്ലെങ്കിൽ നമ്മള് കണ്ണൂർക്കാര് സൂപ്പറാ. അതെ അതെ ഞാനും ഇടുക്കിക്കാരിയാണ്. നമ്മള് കണ്ണൂർക്കാര് സൂപ്പറാണ്. എല്ലാരും പറയും ഞങ്ങൾ എറണാകുളംകാര് സൂപ്പറാണ്, ഞങ്ങൾ ആലപ്പുഴക്കാര് സൂപ്പറാണ്. ഓരോരുത്തര് പറഞ്ഞോളൂ. ഞങ്ങൾ കോട്ടയം ഒട്ടും മോശമല്ല, അഷ്ടനഗരിയാണ്. കോട്ടയം ഒട്ടും മോശമല്ല. അപ്പൊ കൾച്ചറൽ വെൽനെസ്, ഈ കൾച്ചറൽ ഡിഫറൻസ് നമ്മളുടെ സംസാരത്തിൽ ഉണ്ടാകും. നമ്മള് ഇത് ഫെസ്റ്റിവൽസ് കാര്യങ്ങൾ സ്പൈസി ട്രാവലർ എന്തെങ്കിലും പറയാനാണോ, അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ശബ്ദങ്ങൾ വരും. താങ്ക് യു സോ മച്ച്. പേരെന്തായിരുന്നു? ഫൈസീൻ ട്രാവലർ എല്ലാം തോന്നുന്നു. ട്രാവൽസ് അല്ല, എന്റെ പേര് മുബഷിറ, ഹസ്ബൻഡിന്റെ ഇതാണ്. ഓക്കെ മുബഷിറ. തൃശ്ശൂർ വളരെ സൂപ്പറാണ്, ഓരോ ജില്ലയും സൂപ്പറാണെന്ന് എല്ലാവരും പറയും. ഓക്കെ ഫൈൻ. ഇതില് കോഴിക്കോട് ആരുമില്ലേ? കോഴിക്കോട് ആരുമില്ലേ? ഉണ്ടാവും കാണും. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം സൂപ്പറാട്ടോ. പിന്നല്ലാതെ തീർച്ചയായും മലപ്പുറംകാരുടെ സ്നേഹം എന്ന് തന്നെ അത് വേറെ ലെവലാണ്. ട്രിവാൻഡ്രം വേറെ ലെവലാണ്. കണ്ണൂർ ടൂർ അടിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും വരാൻ പറ്റും. അതെ അതെ, കോമൺ ആയിട്ട് പോകാത്ത സ്ഥലം എനിക്ക് തോന്നുന്നു, പോകാത്ത മീൻസ് അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലല്ലേ തിരുവല്ല വരുന്നേ? തിരുവല്ലയിൽ ഒരു വർഷം ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അതല്ലാതെ പത്തനംതിട്ടയായിട്ട് വേറെ കണക്ഷൻ ഒന്നുമില്ല. കണ്ണൂര് വന്നിട്ടുണ്ടോ? കണ്ണൂര് വന്നിട്ടുണ്ട്. കണ്ണൂര് ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ട്. അതൊരു 20 years ബാക്ക് ആട്ടോ. ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. എന്റെ കുടുംബക്ഷേത്രമൊക്കെ ട്രിവാൻഡ്രത്താണ്. അങ്ങനെ ട്രിവാൻഡ്രത്ത് എന്തായാലും വർഷത്തിൽ വരാറുണ്ട്. പിന്നെ പലപ്പോഴും മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ട്രിവാൻഡ്രത്ത് വരാറുണ്ട്. തിരുവല്ല YWCയിലാണ് നിന്നത്. ഞാൻ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ തിരുവല്ല YWCയിലായിരുന്നു ഫസ്റ്റ് ഇയർ താമസിച്ചത്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ചെങ്ങന്നൂർക്ക് മാറി. തൃശ്ശൂര് വന്നിട്ടുണ്ട്. തൃശ്ശൂര് കുറെ തവണ വന്നിട്ടുണ്ട്. തൃശ്ശൂര്, പാലക്കാട് വരാറുണ്ട്, കാരണം എന്റെ ചേച്ചി പാലക്കാടാണ്. കാസർഗോഡും വന്നിട്ടുണ്ട്. ഇടുക്കിയിൽ ഞാൻ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടുക്കി പൈനാവും നെടുങ്കണ്ടും 2 വർഷം വർക്ക് ചെയ്ത സ്ഥലമായിരുന്നു ഇടുക്കി. കോട്ടയത്ത് ഞാൻ 1 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, മച്ചക്കരയിൽ.
അപ്പൊ അവിടെ YWCയിലായിരുന്നു നിന്നത്. കോട്ടയം YWC, അതിന്റെ അടുത്ത് ആര്യാസിന്ന് എല്ലാ ദിവസവും പല പല മസാല ദോശ ടേസ്റ്റിയിലായിരുന്നു അന്നത്തെ പണി. ഓക്കെ. മിസ്സേ കോട്ടയം ആര്യാസിൽ നല്ല ഫുഡാ മസാല ദോശ. അതെ സംഗീത ചേച്ചി, അതെ അതെ. ഓക്കെ. സോ കൾച്ചറൽ വെൽനെസ് പറഞ്ഞപ്പോ പല ഇടങ്ങളിലെ ഭാഷ, പലയിടങ്ങളിലെ രീതി. ഞാൻ എറണാകുളമാണ്. എറണാകുളം മീൻസ് തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത തിരുവാങ്കുളമാണ് എന്റെ ശരിക്കും വീട്. കല്യാണം കഴിച്ചിരിക്കുന്നത് കായംകുളത്താണ് ഹസ്ബൻഡിന്റെ വീട്. അപ്പോ ശരിക്കും കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കരമായിരുന്നു. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയും ഒരു മോനും മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ഫെസ്റ്റിവൽസ് ഒന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഓണം, വിഷു ഒന്നും എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം അവര് വലിയ മീനൊക്കെ വാങ്ങിച്ച് കറി വെക്കുക, അങ്ങനത്തെ രീതിയായിരുന്നു. പക്ഷെ എന്റെ ചെറുപ്പം ഓർമ്മ വെച്ചൊക്കെ കാലം തുടങ്ങിയുള്ള ഓണം, വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെജിറ്റേറിയൻ സദ്യ. ഓണത്തിന് 10 ദിവസം നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് എതിരേറ്റ് വിഷുവിന് കണിയൊക്കെ വെച്ച് അങ്ങനെയുള്ള രീതിയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് അറിയില്ലല്ലോ അവിടുത്തെ രീതി എന്താന്ന്. കല്യാണം കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് വന്നായിരുന്നു ഓണം. ഓണത്തിന് ഇങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോ തന്നെ രാവിലെ തന്നെ ഈ വലിയ മീനൊക്കെ വാങ്ങിച്ചപ്പോ ഞാൻ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പോകുന്ന അവിടെ ഇടുന്നില്ലല്ലോ. അപ്പോ ആദ്യമേ തന്നെ ഈ അമ്മ ഈ മീൻകറി കൊണ്ടുവന്ന് ചോറിലേക്ക് ഒഴിച്ചപ്പോ എന്റെ കണ്ണൊക്കെ എങ്ങനെ നിറഞ്ഞൊഴുകുക കേട്ടോ. വേണമെന്ന് വെച്ചിട്ട് വന്നല്ലാതെ അങ്ങനെ വന്നുപോയി. അന്നത്തെ ഒരു മെച്യൂരിറ്റി പറ്റിയതാ. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊന്നുമില്ല. പിന്നെ ഞാൻ അത് നമുക്ക് തന്ന ഭക്ഷണമാണല്ലോ, അങ്ങനെ കഴിച്ചു. അങ്ങനെ പിറ്റേ ഓണം ആവാറായപ്പോഴേക്കും അമ്മ പറഞ്ഞു ഇനി തുടങ്ങി ഓണത്തിന് വിഷുവിന് നമുക്ക് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു. ഓ, അത് കേട്ടപ്പോഴേക്കും സന്തോഷം. കാരണം അമ്മയ്ക്ക് മനസ്സിലായി എനിക്കിതങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. വിഷുവിന് അവിടെ കണിയൊന്നും വെക്കാറില്ലായിരുന്നു. അങ്ങനെ വിഷു ആയപ്പോഴേക്കും ഓണത്തിന്റെ ഈ അവസ്ഥ കഴിഞ്ഞപ്പോഴേക്കും വിഷു വന്നപ്പോ അമ്മ പറഞ്ഞു നമുക്ക് ഷോപ്പിൽ പോയിട്ടൊരു ഉരുളി വാങ്ങാന്ന് പറഞ്ഞു കണി വെക്കാനായിട്ട്. ഞാൻ അതൊക്കെ ശീലിച്ച നാള് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങള് പോയി ഉരുളിയൊക്കെ വാങ്ങിച്ച് ഉരുളി വാങ്ങിച്ചപ്പോ ഹസ്ബൻഡിന്റെ അച്ഛന്റെ 2 അനിയന്മാരുണ്ട്, അവരുടെ ഭാര്യമാരും പോയി ഉരുളിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ എല്ലാരും അപ്രാവശ്യം തുടങ്ങി കണി വെക്കാൻ തുടങ്ങി. അപ്പൊ ഹസ്ബൻഡ് പറയും അവരുടെ നാട്ടിൽ വിഷു കണ്ടുപിടിച്ചത് ഞാനാന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും അവരെല്ലാരും കണി വെക്കും. ആ സമയത്ത് കണിയൊക്കെ വെക്കും. അങ്ങനെ ആ ഒരു നാട്ടിലെ ഒരു കൾച്ചറിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുത്താൻ എനിക്ക് പറ്റിയതല്ല വലിയ കാര്യം, ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവര് ഫോളോ ചെയ്ത് മാറ്റി വെച്ചിട്ടല്ലേ എന്റെ രീതി അവര് ഫോളോ ചെയ്യും. മിസ്സേ ഓണത്തിന് മീൻകറി കൂട്ടുന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാ. നമ്മള് പോലെ ക്രിസ്ത്യൻസ് പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അവിടെ എല്ലാരും എല്ലാ ഹിന്ദുസ് എല്ലാരും ഏറ്റവും വലിയ മീനെ വാങ്ങുന്ന ദിവസമാണ് ഓണമോ. ദൈവമേ, അന്നാണ് ഞാനും ഞങ്ങള് കായംകുളം പച്ചക്കറി തന്നെയാണ്. മാത്രം ഞാനും കായംകുളത്തും തന്നെയാണ്. ഓരോ ഫാമിലിയുടെ ആ ഒരു ശീലങ്ങളുടെ വ്യത്യാസം കൊണ്ടാവും. ഞങ്ങൾക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാനും കായംകുളം തന്നെയാണ്. ഞങ്ങൾക്കിവിടെ എല്ലാം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം ഭയങ്കര വെജിറ്റേറിയൻ തന്നെയാണ് ഫോളോ ചെയ്യാറ്. നമുക്ക് പരിചയമുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോ ഓരോ ഫാമിലീസിന്റെ ആ ഒരു ഡിഫറൻസ് കൊണ്ടായിരിക്കാം. ഏരിയയിലുള്ള എല്ലാവരും അങ്ങനെയാ ചെയ്യുന്നത്. അതാണ് അതിശയം വന്നത്. എല്ലാരും അന്നത്തെ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം റോഡിലിറങ്ങി നിൽക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകും. മീൻകാരനെ നോക്കി നിൽക്കണം. റോഡിലിറങ്ങി ഏറ്റവും വലിയ മീനെ തന്നെ അവർ വാങ്ങും. എല്ലാ ആൾക്കാരും എല്ലാരും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിലത് മാറി, അവർ വെജിറ്റേറിയൻ തന്നെ ഫോളോ ചെയ്യുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ അപ്പൊ അതൊരു കൾച്ചറൽ ഡിഫറൻസ് ആയിരുന്നു. എനിക്ക് വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കായിരുന്നു. പക്ഷെ നമ്മൾക്ക് അവര് നമ്മളെ ആക്സെപ്റ്റ് ചെയ്തതിലായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം. അതിന് ഞാൻ അവരെ റെസ്പെക്ട് ചെയ്തു. എല്ലാരും മീനും മുട്ടയൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കൊതിപ്പിക്കരുത്. ഞാൻ വെജിറ്റേറിയൻ സ്വയമായി ഏറ്റെടുത്ത കാര്യമല്ലേ. അപ്പൊ അല്ല ജന്മന അങ്ങനെ ആയിപ്പോയി. ബ്രാഹ്മണ കുട്ടിയായി ജനിച്ചു, വേറെ വഴിയില്ല. ആണോ? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, കണ്ടോണ്ടിരിക്കാം. പക്ഷെ ദിവ്യ, വെജിറ്റേറിയൻ ഫുഡിലല്ലേ വെറൈറ്റീസ് ഉള്ളത്? അതുണ്ട്. പക്ഷെ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മോൾക്കൊക്കെ ഇടയ്ക്ക് എഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത്തിരി പ്രോട്ടീൻസ് കിട്ടും. പക്ഷെ നമുക്ക് അനുവദീനമല്ല, അതാണ് പ്രശ്നം. ശരി, പ്രോട്ടീൻ ഡെഫിഷ്യൻസി വെജിറ്റേറിയൻസിന് വരാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആ കേർഡൊക്കെ കൂടുതൽ അതൊക്കെ കൂട്ടുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. കേർഡും നെയ്യ് പിന്നെ പഴവർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള്
ജന്മന ഭഗവാൻ അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ജന്മം. അപ്പൊ നമ്മളതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ ഇഷ്ടമാണ്, കഴിക്കുന്നവരൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ പേരൊക്കെ ചോദിക്കും, ചെമ്മീനാണോ മറ്റേ മീനാണോ കരിമീനാണോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഇഷ്ടമാണ്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. മാം പഠിച്ചത് എഞ്ചിനീയറിംഗ് കോളേജിലാന്ന് പറഞ്ഞു. ഇപ്പൊ ടീച്ചിങ് ഇതിലേക്ക് വന്നത് നമ്മളുടെ ഈ ഓക്യുപ്പേഷണൽ വെൽനെസ്സിനായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ് ആര്യ, ആക്ച്വലി ഒരു 30 ഇയേഴ്സ് എന്നല്ല, ഞാൻ പഠിക്കുമ്പോ തന്നെ എനിക്കറിയാമോ, എനിക്ക് ശ്വാസമുട്ടായിരുന്നു. അതായത് ഇവിടെ അല്ല എന്റെ സ്ഥലം എന്നുള്ളത് എനിക്ക് അന്നേ അറിയായിരുന്നു കേട്ടോ, ഈ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോ തന്നെ. പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു. ക്ലാസ് ടീച്ചർ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ മിസ് ഇങ്ങനെ ഫുള്ളൊന്നും ഒരു ക്ലാസ് എടുക്കില്ലല്ലോ, ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തരും സെമിനാർ എടുക്കാനായിട്ട്. അപ്പൊ എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഈ ക്ലാസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചാടി നിൽക്കും, കിട്ടുന്ന ടോപ്പിക്സ് എല്ലാം ഞാൻ സെമിനാർ എടുക്കുമായിരുന്നു. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അപ്പൊ എന്റെ പൊട്ടൻഷ്യൽ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ എനിക്ക് മാത്സ് ടീച്ചർ ആകാനായിരുന്നു ആഗ്രഹം. പക്ഷെ അച്ഛന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എൻട്രൻസ് എഴുതി, എഞ്ചിനീയറിംഗ് കിട്ടി, അങ്ങനെ പോയി. പക്ഷെ എന്നാലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും ഞാൻ ആ ഒരു ഫീൽഡിൽ ലെക്ചറർ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചു. പിന്നെ വീട്ടിലൊരു സാഹചര്യം കൊണ്ട് പിന്നീട് പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു പോളിടെക്നിക്കിൽ. അങ്ങനെയാണ് കോട്ടയം മെഡിക്കൊക്കെ വന്നത്. അങ്ങനെ കഴിഞ്ഞു പിന്നെ മാരേജ് ആയി. അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ ആയപ്പോഴേക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാതായി. അങ്ങനെ പിന്നെ 2 കുട്ടികളും, മോനും ഒരു 3 ഇയേഴ്സ് ഒക്കെ ആയപ്പോൾ 39 ഇയേഴ്സ് ആ ഒരു ടൈമിൽ ഞാൻ എനിക്ക് കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം. ഞാൻ എൻ്റെ സ്കൂളിൽ, അതായത് ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡന്റ് ഭാഗത്ത് നിന്ന് കുറെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഒരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. അപ്പൊ അവിടെ ഈ സ്പെഷ്യൽ കുട്ടികൾ വരും. അപ്പൊ ടീച്ചേഴ്സിന് ഈ കുട്ടികളെ ഡീൽ ചെയ്യാൻ ഭയങ്കര പാട്. അത് കൂടാതെ തന്നെ ഈ ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മളുടെ നാട്ടിലേക്ക് ഈ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് നടന്നത്. അതായത് ഈ നോർത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇങ്ങനെ താമസിക്കാനായിട്ട് തുടങ്ങിയത്, അതിഥി തൊഴിലാളികൾ. അപ്പൊ അവരുടെ മക്കളൊക്കെ ഈ സ്കൂളിൽ അവിടെ, അപ്പൊ അവരെയൊക്കെ ഡീൽ ചെയ്യാനൊക്കെ ആയിട്ട് അവിടുത്തെ ടീച്ചർമാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞു. അവരുടെ മാനസികമായ കാര്യങ്ങൾ. ഞാൻ പോകുമായിരുന്നു സ്കൂളിൽ പോയി, അവരോട് സംസാരിക്കും, അവരെ കേൾക്കും. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് കുട്ടികളുടെ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കണം എന്ന്. അങ്ങനെയാണ് ഞാൻ മോണ്ടിസോറി PG ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്തത്. മോണ്ടിസോറി PG ഡിപ്ലോമ ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായ, ഒരു സ്കൂളിൽ ഒതുങ്ങേണ്ട കാര്യമല്ല, എനിക്ക് സ്കൂളിൽ അങ്ങനെ ഒരു ടീച്ചറായിട്ട് നിൽക്കാൻ അങ്ങനെ താല്പര്യം തോന്നിയില്ല. എല്ലാ ഏരിയയിലുള്ള കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ മോണ്ടിസോറി കഴിഞ്ഞ ഉടനെ ഞാൻ MSW ജോയിൻ ചെയ്തു. ഇഗ്നോയുടെ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നത്. അപ്പൊ ഞാൻ MSW ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പലയിടത്തുനിന്നും ക്ലാസ് എടുക്കാനായിട്ട്, അഡോൾസന്റ് ഗ്രൂപ്പിനും യൂത്തിനും ക്ലാസ് എടുക്കാനായിട്ട് കോളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ അവരുടെ ചില പ്രോജക്റ്റുകളിൽ ഞാനും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ പറവൂരാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ സാർ ഇങ്ങനെ മോണ്ടിസോറി കോഴ്സ് തുടങ്ങാൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇത് വന്നതാ. ടീച്ചറിനെ പോലെയുള്ള എനിക്കൊരു ടീച്ചറുണ്ട്. കാണാൻ എന്നെ പോലെയാണോ അത് എന്റെ ഇതേ വട്ട് സ്വഭാവങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. സ്വഭാവമാണ് മാം ഉദ്ദേശിച്ചത്. കാരണം എല്ലാ പിള്ളേരോടെല്ലാം നല്ല ഒരു ഇത് സൃഷ്ടിക്കുന്ന ആ സ്വഭാവത്തിന് അതേപോലത്തെ സ്വഭാവം. താങ്ക് യു സോ മച്ച്. എപ്പോ നല്ല ഞാനും മിക്കവാറും ചാറ്റ് ബോക്സിൽ ക്ലാസ് എടുക്കുന്നില്ല എന്നുള്ളവർ വിചാരിക്കും മിസ് വന്നിട്ട് ആകെ ആ ഒരു കൾച്ചറൽ വെൽനെസ് മാത്രമേ നല്ല നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ എല്ലാ മോഡ്യൂൾസും എല്ലാ ജില്ലകളിലേക്കൊന്ന് പോയേക്കാണ് ക്ലാസ്സിലൂടെ. അങ്ങനെ കേൾക്കാന്ന് മോളുന്നില്ല ക്വസ്റ്റ്യൻ ടീച്ചറോട് ചോദിക്ക. ഇന്ന് എല്ലാ ജില്ലകൾക്കും ഇങ്ങനെ ക്ലാസ്സിലൂടെ ഇങ്ങനെ ഒഴുകി പോയോ? ഏതൊക്കെ ജില്ലകളിലേക്ക് ക്ലാസ് കഴിഞ്ഞു? യാത്ര ചെയ്തു ഒരു പര്യടനം. ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട. എനിക്ക് കൺസേൺ മനസ്സിലാവും. പരീക്ഷ ആവുമ്പോഴേക്കും നമ്മുടെ പോർഷനൊക്കെ തീരും. ഉണ്ടാകുമ്പോഴാണ് ഞമ്മക്കും ക്ലാസ്സൊക്കെ കേറാൻ താല്പര്യവും കേട്ടിരിക്കാനും നല്ലൊരു വൈബ് ക്ലാസ് അറിയാം. ഒരു ചടുപ്പില്ല, ഒന്നുമില്ല. നമുക്കിങ്ങനെ എപ്പോ വേണമെങ്കിൽ ധൈര്യമാണ്. എന്ത് പറയാ, മിസ്സിനൊരു പ്രശ്നമില്ല. നമുക്ക് ഒരു ഫ്രണ്ട് എന്നല്ലേലും എല്ലാം ആയിട്ടാണ് കണ്ടാണ് എല്ലാവരും പറയാ. പൊട്ടത്തരായാലും എല്ലാവരും വിളിച്ചു പറഞ്ഞാലും പ്രശ്നമില്ല. ആരും മിസ് ഞങ്ങൾക്ക് കൂട്ടുന്നതിനുള്ളൊരു വിശ്വാസം ഇപ്പൊ ഉണ്ട് അറിയാം. നിങ്ങൾക്ക് എന്തും ഷെയർ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം വിശ്വസിക്കുന്ന സാരിയാണ്. ഞാനും എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെയായിരുന്നു.
കുറച്ച് നാൾ വർക്ക് ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു എനിക്കും ഈ ഒരു ടീച്ചിങ്ങിലേക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ ഇടയിലേക്ക്. ആ ഒരു ആഗ്രഹം പണ്ട് മുതലേ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അങ്ങോട്ട് സബലീകരിക്കാൻ പറ്റിയിട്ട് ട്യൂഷൻ എടുക്കുമായിരുന്നു, പണ്ട് ചെറിയ പ്രായത്തിൽ ട്യൂഷൻ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിനൊരു സാഹചര്യം കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു സ്കൂളിൽ കുട്ടികളുടെ കൂടെ എനിക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് വരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇതിൽ കൂടെ എനിക്ക് വരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. അതായത് നമ്മൾ നമ്മുടെ പർപ്പസിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുന്നത്. അത് ചിലപ്പോ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്കത് പറഞ്ഞു തരാനോ ഗൈഡ് ചെയ്യാനോ ആരുമില്ല. പക്ഷെ നമുക്കിനി കുറെ കുട്ടികളെ ഗൈഡ് ചെയ്യാനായിട്ട് അതൊക്കെയാണ് നിങ്ങൾ ഇവിടെ ട്യൂൺ ചെയ്ത് പോകുന്നത്. അല്ലാതെ നിങ്ങൾ പേടിക്കേണ്ട, ടെക്സ്റ്റ് കാണുമ്പോൾ അയ്യോ ഇതൊക്കെ കഴിയും, ഒരു വിഷമവും വേണ്ട, കഴിയും. പ്രീവിയസ് ബാച്ച് ആരെങ്കിലൊക്കെ ആയിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് പോകണം. നമ്മളുടെ സൗന്ദര്യമൊക്കെ കൂടണം, പുറമേ ഉള്ളതും അകത്തുള്ള സൗന്ദര്യമൊക്കെ കൂടണം. അതുപോലെ ഷെയ്പ്പ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പിടിച്ചിരുന്ന് പഠിച്ച് അങ്ങനെ ആ ഒരു രീതി അല്ല. അത് നിങ്ങൾക്ക് 2-3 ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. തുടക്കമാകുമ്പോൾ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാനും പുതിയതായ ഒരു കോഴ്സിൽ ചേരുമ്പോൾ അയ്യോ ഒന്നും പഠിപ്പിക്കുന്നില്ല ആ ഒരു ചിന്ത എനിക്കും വരും. അപ്പൊ അതുകൊണ്ട് നമ്മള് മാക്സിമം എൻജോയ് ചെയ്യുക ക്ലാസ് കേട്ടോ. ടെൻഷനൊന്നും വേണ്ട, മാക്സിമം എൻജോയ് ചെയ്യുക. കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും. അതെ, അപ്പൊ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് കൊടുക്കുന്നതാണ് അവരെ വലിയ അഡൾട്ട് ആകുന്നത് വരെയും അവരുടെ ഉള്ളിൽ വാല്യൂസ് ആയിട്ട് നിറയും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അറിയാമല്ലോ മിസ്സൊക്കെ എത്ര ബാച്ചിനെ പഠിപ്പിച്ചെടുത്തത്, അതുകൊണ്ട് ഒരു പേടിയില്ല ഞങ്ങൾക്ക്. ഇതെല്ലാം കവർ ചെയ്യുമെന്ന് അറിയാം. ടെൻഷൻ വേണ്ട. ഈ വെൽനസ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ലെസൺ കഴിയാറാകും. ഓക്കെ, പിന്നെ നിങ്ങള് നമുക്ക് നെക്സ്റ്റ് ജൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കൂളുകളിലേക്ക് കയറാൻ പറ്റുമോ? നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് കയറാൻ പറ്റുമോ? ഈ ജൂണിലാണോ? ഈ വരാൻ പോകുന്ന ജൂണിലാണോ? അല്ലല്ല, നെക്സ്റ്റ്. ഇപ്പൊ നമുക്ക് ഈ ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. 1 ഇയർ കഴിഞ്ഞിട്ട് 10 months ആവുമ്പോ നിങ്ങളുടെ ക്ലാസ് കംപ്ലീറ്റ് കഴിയും. 1 ഇയർ കോഴ്സ് എന്ന് പറയുമ്പോൾ 10 months ക്ലാസ് കഴിഞ്ഞിട്ട് 2 months നമ്മളുടെ വൈവ എക്സാം അങ്ങനത്തെ കാര്യങ്ങൾ. അതോടുകൂടി 1 ഇയറിനുള്ളിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുവാണ്. അപ്പൊ ഞാൻ ഇന്നലെ എൻ്റെ മോന്റെ സ്കൂളിൽ പോയപ്പോൾ അവിടെ ടീച്ചേഴ്സ് പറഞ്ഞു, ഞാനിങ്ങനെ കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് പറഞ്ഞത് ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? മീൻസ് നമ്മൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ടൈം ആയതുകൊണ്ടപ്പോൾ തീർച്ചയായും ചെയ്യാം ആര്യ. നിങ്ങൾ നിങ്ങളുടെ സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ പാർട്ട് 3 എന്നുള്ളൊരു ഭാഗമുണ്ട്. അതാണ് ഫോർ ടോപ്പിക് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. ആ പാർട്ട് 3 എത്തുമ്പോഴേക്കും അപ്പൊ തന്നെ ടീച്ചിങ് പ്രാക്ടീസിൽ പോവുക. ആര്യ ജോലി ഏത് സ്കൂളിൽ വേണമെന്ന്, ആര്യ എന്നല്ല എല്ലാവരും, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ ജോലി വേണം ഉണ്ടെങ്കിൽ ആദ്യം ആ സ്കൂളിനെ അപ്രോച്ച് ചെയ്യാം ടീച്ചിങ് പ്രാക്ടീസ്. അപ്പൊ നമ്മൾക്ക് അവരുമായിട്ടൊരു കണക്ഷൻ ആവും അല്ലേ. അപ്പൊ അവിടെ ഒരു വേക്കൻസി വന്നാൽ അവർ ആദ്യം ഓർക്കണം നമ്മളെയായിരിക്കും. അപ്പൊ അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാം. പലരുടെയും കണ്ടുവന്നിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോയിൻ ആയിക്കോളാൻ പറയും. ഞാനൊരു പ്യുവർ മോണ്ടിസോറി സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് പോയത്. ഞാനൊരു 5 days ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ തന്നെ സാർ എന്നോട് പറഞ്ഞു ജോബായിട്ട് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു, പ്രാക്ടീസ് വേണ്ട. എൻ്റെ കോഴ്സ് അപ്പോൾ കഴിഞ്ഞിട്ടില്ല, 6 മാസേ ആയിട്ടുള്ളൂ. ഞാൻ പിന്നെ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്തു. എനിക്ക് ക്ലാസ്, ഞാൻ ഹോളിഡേ ബാച്ച് ആയ കാരണം സൺഡേസും ഹോളിഡേസും മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ ഡേ ആയിരുന്നു കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ എനിക്ക് ഈ സ്കൂളിലും പോകാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയി. സൺഡേയും ഹോളിഡേയും ഞാൻ അവിടെ ക്ലാസ്സിൽ പോകും. അങ്ങനെ ആണ് പലരും അങ്ങനെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ കോഴ്സ് ചെയ്ത പലരും അങ്ങനെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എന്റെ അവർക്ക് അറിയാം സമയമാകുമ്പോഴേക്കും സർട്ടിഫിക്കറ്റ്. ചിലര് എന്നോട് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഒന്നും ചോദിച്ചില്ല. മാം റെക്കോർഡ് എപ്പോഴാണ് എഴുതാൻ തുടങ്ങേണ്ടത്? റെക്കോർഡ് നമുക്ക് ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ക്ലാസ് എന്നാ വരണേ? ഈ വെഡ്നെസ്ഡേ അല്ലേ വരണേ? ഇന്നിപ്പോ എന്താ ഒരു സെറ്റ് 15-ാം തീയതി നമുക്ക് അവധിയാണല്ലോ, വിഷു അല്ലേ. അതിന്റെ അടുത്ത ക്ലാസ് ഇനി ഞാൻ എന്നാണോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത് അന്ന് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക. ഞാൻ റെക്കോർഡ് ഡീറ്റെയിൽസ് തരാം. വെക്കേഷൻ ആണല്ലോ, നിങ്ങൾക്ക് എഴുതാൻ തുടങ്ങും.
ഇത് കിട്ടുക എന്തോ ആവലെ റെക്കോർഡ് എല്ലാവർക്കും കിട്ടിയിട്ടില്ല, ടെസ്റ്റ് കിട്ടിയിട്ടില്ലേ? കിട്ടാത്ത അതും കൂടെ ഒന്ന് കൺഫേം ആയിട്ടോ എല്ലാവർക്കും കിട്ടിയിട്ട് നമുക്ക് തുടങ്ങാം, അതായിരിക്കും നല്ലത്. അതെ ക്ലാസ് മാം, ഉണ്ടാവും. എല്ലാവർക്കും കിട്ടാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും വിഷമാവില്ലേ? എല്ലാവർക്കും ആയിട്ട് മിസ്സേ എനിക്ക് കിട്ടിയിട്ടില്ല, കഴിഞ്ഞ വീക്കില് പൈസ അയച്ചതാ. നോ പ്രോബ്ലം, എനിക്കത് അറിയില്ലായിരുന്നു. എല്ലാവർക്കും കിട്ടിയതിന് ശേഷം എന്നോട് പറയുക. നമുക്ക് വെക്കേഷൻ ഉണ്ടോ? നമുക്ക് വെക്കേഷൻ ഉണ്ടോ? എനിക്കും കിട്ടിയിട്ടില്ല. നമുക്ക് ഹോളിഡേസ് മാത്രമേ ഉള്ളൂ, വെക്കേഷൻ ഇല്ല. നാളെ ക്ലാസ് ഉണ്ടോ ഇലക്ഷൻ ആയതുകൊണ്ട്? നാളെ എന്താ? നാളെ ക്ലാസ് ഇല്ല. എനിക്ക് അത് ഒഫീഷ്യലായിട്ട് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ക്ലാസ് ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് വരും, മെസ്സേജ് കിട്ടും, ഇന്ന് ഈവനിങ്ങിനുള്ളിൽ തന്നെ കിട്ടും. ഓക്കെ ദെൻ, താങ്ക് യു സോ മച്ച്. കുറെ സഹിച്ചു അല്ലേ? ഓക്കെ ബൈ. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മിസ്. ഹായ്. ഞാൻ പറഞ്ഞ താങ്ക് യു മാം. ക്ലാസ് ആണ്. താങ്ക് യു മാം. താങ്ക് യു മിസ്. ഇന്നത്തെ താങ്ക് യു മിസ്. ബൈ മാം. താങ്ക് യു മാം. ആദിദേവിനെ കണ്ടില്ലല്ലോ. ആദിദേവ് ഇവിടെ ഇല്ല, വേണോ? ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ചാച്ചൻ മരിച്ചു, അങ്ങോട്ട് പോയേക്കുവാ. എനിക്ക് പോണോ? ഇല്ല ഞാൻ പോയില്ല, അച്ഛനും അമ്മയൊക്കെ പോയി, ഞാൻ മരിച്ചോടത്ത് പോവില്ല. അച്ഛന് അന്ന് വരെ പോയി കണ്ടതായിരുന്നു, അപ്പൊ മരിച്ചപ്പോ പിന്നെ പോയില്ല. ഓക്കെ മാം. എന്റെ ചേച്ചി ഒന്ന് ജോയിൻ ചെയ്തായിരുന്നു. ആതിര. ചേച്ചി പോയോ? ചേച്ചി പോയില്ല, ചേച്ചി ലീവ് ചെയ്തു തോന്നണു, അതിപ്പോ വന്നേനെ. അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാട്ടോ മിസ്സേ. ശരി ശരി, തീർച്ചയായിട്ടും. ഓക്കെ ബൈ.